ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് അടുത്ത മാസം ബ്രസീൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. എതിരാളികൾ ഫ്രാൻസ്, ക്രൊയേഷ്യ എന്നിവരാണ്. ഈ സൗഹൃദ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഇടം കണ്ടെത്തുക എന്നുള്ളത് നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മാർച്ച് 16-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി സ്ക്വാഡ് പ്രഖ്യാപിക്കുക. ഇതിനു മുൻപ് കുറച്ച് മത്സരങ്ങൾ കൂടി നെയ്മർക്ക് അവശേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ESPN ബ്രസീൽ നൽകിയിട്ടുള്ളത്. അതായത് അടുത്ത മാസത്തെ സൗഹൃദ മത്സരങ്ങൾക്കുള്ള ബ്രസീലിയൻ ടീമിലേക്ക് നെയ്മർ ജൂനിയറെ വിളിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം കാർലോ ആഞ്ചലോട്ടി എടുത്തു കഴിഞ്ഞു എന്നാണ് ESPN ബ്രസീൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് അടുത്ത മാസത്തെ ബ്രസീലിന്റെ മത്സരങ്ങൾ കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കില്ല. അദ്ദേഹത്തെ ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം CBF എടുക്കുകയായിരുന്നു. കാരണം നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് കാർലോ ആഞ്ചലോട്ടിയും CBFും എടുത്തിട്ടുള്ളത്. പക്ഷേ നെയ്മർ ജൂനിയറെ ഇപ്പോൾ CBF മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ സൗഹൃദ മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. എന്നാൽ നെയ്മർ ജൂനിയർ മെയ് മാസത്തിന് മുന്നേ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട്. തൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട്. പൂർണ്ണ സജ്ജനാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നെയ്മർ ജൂനിയറെ ബ്രസീൽ പരിഗണിക്കുക. അതായത് കാർലോ ആഞ്ചലോട്ടി നെയ്മർക്ക് മുന്നിലുള്ള വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മെയ് 19-ാം തീയതിയാണ് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് ബ്രസീൽ പ്രഖ്യാപിക്കുക. അതിനു മുന്നേ നെയ്മർ ജൂനിയർ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നല്ല രൂപത്തിൽ കളിച്ചാൽ, പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരുന്നാൽ തീർച്ചയായും കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിക്കും. അതായത് നെയ്മറെ പൂർണ്ണമായും ആഞ്ചലോട്ടി തള്ളിക്കളഞ്ഞിട്ടില്ല. മെയ് മാസം വരെ അദ്ദേഹത്തിന് സമയമുണ്ട്. മെയ് 19-ാം തീയതി വരെ നെയ്മർക്ക് സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് കാർലോ ആഞ്ചലോട്ടി എടുത്തിട്ടുള്ളത്. ഏതായാലും എല്ലാം നെയ്മർ ജൂനിയറെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. പരിക്കേൽക്കാതെ കളിക്കുക, വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുക. എന്നാൽ ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം കണ്ടെത്താൻ നെയ്മർക്ക് സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.